Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്ററിലെ നെക്സ്റ്റ് എക്സാം ആണ്. സോ ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിൽ കൂടിയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്റർ പറയാനുള്ളത് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് വന്നതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സപ്ലി കിട്ടിയുള്ള പേപ്പർ സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലല്ല. ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള പേപ്പർ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആണ് എങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട്, അതിനേക്കാൾ മുമ്പത്തെ പ്രാവശ്യത്തെ റിസൾട്ടിലും ഏറ്റവും കൂടുതൽ കുട്ടികൾ പോയിട്ടുള്ളത് സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ പാർട്ട് ബി കാരണമാണ്. കാരണം പാർട്ട് ബി ലാസ്റ്റ് 2 വർഷങ്ങളായിട്ട് പാറ്റേൺ മാറ്റി വരാണ് ചെയ്യുന്നത്. കാരണം ടോട്ടൽ 7 ചോദ്യങ്ങളിൽ 6 പ്രോബ്ലംസും ഒരു തിയറിയാണ് ഇടുന്നത്. ഓട്ടോമാറ്റിക്കലി പേപ്പർ ടഫായിട്ട് മാറാണ്. ആ ഇടുന്ന പ്രോബ്ലംസും നല്ല ഘടാഘടികമാരായിട്ടുള്ള പ്രോബ്ലംസ്. നേരെ മറിച്ച് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഓപ്ഷനായിട്ട് അവർ തിയറി ഇടുന്നുണ്ട്. അപ്പോൾ പ്രോബ്ലംസ് കഴിയാത്ത കുട്ടികൾക്ക് അപ്പുറത്ത് എഴുതാനൊരു തിയറി ചോദ്യങ്ങളും കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ബട്ട് ഇവിടെ പാർട്ട് ബിയിൽ 6 പ്രോബ്ലംസും ഒരു തിയറിയാണ്. അപ്പോൾ ഇപ്രാവശ്യവും ഈ സെയിം പാറ്റേൺ തന്നെ പിടിക്കുമെന്നുള്ള അറിയില്ല. ലാസ്റ്റ് 2 വർഷങ്ങളായിട്ട് ഇതാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന ആ ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ പ്രോബ്ലം വിട്ടിട്ടുള്ള അപ്പോൾ ഒരുപാട് ഷോർട്ട് മാർക്കിന് 3 വെയിറ്റേജിന് ഇടാൻ സ്കോപ്പുള്ള എന്താണ് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉള്ള ചാപ്റ്റേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. SAക്ക് ആണെങ്കിൽ ഇടാൻ പാകത്തിനുള്ള 2 ടോപ്പിക്കുള്ളൂ, അത് 2 SAക്ക് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്. മിക്ക പേപ്പറിലും പ്രോബ്ലം ആയിട്ട് വരുന്നത് ജോയിൻറ്റ് കോസ്റ്റിൻ്റെ കാൽക്കുലേഷനാണ്. ജോയിൻറ്റ് കോസ്റ്റ് അതിൻ്റെ പ്രോബ്ലം നിർബന്ധമായും പഠിക്കണം. അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ജോയിൻറ്റ് കോസ്റ്റിൻ്റെ. ഇതാണ് ആദ്യത്തെ. അതുപോലെ തന്നെ രണ്ടാമത് പറയാനുള്ളത് ബൈ പ്രോഡക്റ്റിൻ്റെ അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബൈ പ്രോഡക്റ്റ്, അതാണ് മറ്റൊരു പ്രോബ്ലം. ഇതിൻ്റെ കാൽക്കുലേഷനാണ്, പ്രോബ്ലം ആണ് വരുന്നത്, നിർബന്ധമായും പഠിക്കണം. ഓക്കെ, ബൈ പ്രോഡക്റ്റ് അതുപോലെ തന്നെ ജോയിൻറ്റ് കോസ്റ്റ് 2 ഞാൻ പറഞ്ഞു. ഇനി മൂന്നാമതായിട്ട് പ്രോബ്ലത്തിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൻ്റെ പ്രിപ്പറേഷനാണ്. എല്ലാ പേപ്പറിലും ഇത് ഉണ്ടെന്നുള്ളതാണ്, ഒന്നിലും നമുക്ക് സ്കിപ്പ് ചെയ്യാനില്ല. അത് ബുക്കിലുള്ള ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ സംഭവം വരുന്നത്. ത്രൂപുട്ട് അക്കൗണ്ടിങ്, ത്രൂപുട്ട് പെർ യൂണിറ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അക്കൗണ്ടിങ്ങിൻ്റെ പ്രോബ്ലം ഓക്കെ, ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് റിപ്പീറ്റ് ആയിട്ട് വരുന്ന പ്രോബ്ലമാണ് ട്രാൻസ്ഫർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോബ്ലം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. നാലാമതായിട്ടുള്ള സജഷൻ ട്രാൻസ്ഫർ പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം. ഇതിപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് 2-3 വർഷങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പ്രോബ്ലംസ് മൊത്തം കയറി വരാണ് ചെയ്യുന്നത്. ദെൻ പ്രോസസ് കോസ്റ്റിങ്ങിൽ നിന്ന് SC ഇടുന്നു. അതുപോലെ തന്നെ പ്രോസസ് കോസ്റ്റിങ്ങിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം 3 വെയിറ്റേജിനും വരുന്നുണ്ട്. അതാണ് മറ്റൊരു സജഷൻ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ, അതിൻ്റെ പ്രോബ്ലം ആണ് മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അതാണ് മറ്റൊരു സജഷൻ. പിന്നെ ടാർജറ്റ് കോസ്റ്റിൻ്റെ പ്രോബ്ലം, മറ്റൊരു പ്രോബ്ലം. ഓക്കെ, ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 3 വെയിറ്റേജിൻ്റെ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്ന പ്രോബ്ലംസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ പറഞ്ഞത്.
ജോയിൻറ്റ് കോസ്റ്റ് ഉണ്ട്, ഞാൻ എന്തെങ്കിലും വിട്ടുപോയിണ്ടോ? ടാർജറ്റ് എല്ലാതും പറഞ്ഞു. ജോയിൻറ്റ് കോസ്റ്റ്, ബൈ പ്രോഡക്റ്റ്, ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോബ്ലം, ത്രൂപുട്ട് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ പ്രോബ്ലം, ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നിന്നുള്ള പ്രോബ്ലം, ടാർജറ്റ് കോസ്റ്റിങ്ങിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം. ഇതാണ് നമ്മൾ പ്രോബ്ലം റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത്, കണ്ടുവരുന്നത് 6 ടോപ്പിക്ക്. പിന്നെ തിയറി ആയിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ, ബേസിക്സ് ഫസ്റ്റ് ചാപ്റ്ററിലത്തെ വരാറുണ്ട്. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങും വേഴ്സസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങോ വേഴ്സസ് ഡിഫറൻസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അങ്ങനത്തെ ഒരു ചോദ്യം വരാറുണ്ട്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തിയറി ആയിട്ട് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്, ആ സെയിം ചാപ്റ്ററിൽ തന്നെ എന്തൊക്കെയാണെന്നുള്ളത്, ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് നോക്കി വയ്ക്കണം, അത് വരാം. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയാനുള്ളത് കൈസൻ കോസ്റ്റിംഗ് എന്താണ്, കൈസൻ കോസ്റ്റിംഗ് എന്താണ്, കാരണം ഒരു തിയറിയാണ് വരുന്നതേ, അതിൻ്റെ ബെനഫിറ്റ്സ്, അത് മറ്റൊരു ക്വസ്റ്റ്യൻ. പിന്നെ ഒരു സജഷനും കൂടി നൽകാനുള്ളത്, ജോയിൻറ്റ് കോസ്റ്റിൻ്റെ തിയറി, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ്, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് apportionment of joint cost. ഇതും തിയറിക്ക് വരാറുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഈ ഒരു പേപ്പർ അതുകൊണ്ട് തന്നെ നിങ്ങൾ വല്ലാണ്ട് എളുപ്പം പ്രതീക്ഷിച്ച് പോകരുത്, മുൻകൂട്ടി തന്നെ മനസ്സിൽ വെക്കുക. കുറച്ച് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഏരിയ ഉണ്ട്, പാർട്ട് ബി എന്ന് പറയണത് അങ്ങനെയാണ്. ഇതിലെന്തെങ്കിലും മാറ്റി ഒരു തരാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. കാരണം 6 പ്രോബ്ലം ഒരു തിയറി വരുമ്പോൾ ആ പേപ്പർ ഓട്ടോമാറ്റിക്കലി ഡിഫിക്കൽട്ടായിട്ട് മാറുന്നതാണ്. ഓക്കെ, കാരണം ഒരു 4 പ്രോബ്ലം 3 തിയറി, അതാണ് അതിൻ്റെ ഒരു നോർമൽ വേണ്ടേ. പക്ഷെ ഇങ്ങനെയാണ് ലാസ്റ്റ് 2 വർഷമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഈസി പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ, ജോയിൻറ്റ് കോസ്റ്റ്, ബൈ പ്രോഡക്റ്റ്, അതൊക്കെ കുഴപ്പമില്ലാത്ത. അപ്പോൾ അതൊക്കെ പരമാവധി നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. ബുക്കിൽ അതേ ടൈപ്പ് തന്നെ വരാറുള്ളൂ പലപ്പോഴും ഇതൊക്കെ. അപ്പോൾ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് വരുന്നത്, പിന്നെ വരുന്നത് ഇതാണ് കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.